بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد إن نريد للإصلاح والصلاة وما توفيقي إلا بالله الذي توكلت إليه نيب ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد صدقكم الله وعده إذ تحسونهم بإذنه حتى إذا فشلتم وتنازعتم في الأمر وعصيتم من بعد ما أراكم ما تحبون منكم من يريد الدنيا منكم من يريد الآخرة ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو الفضل العظيم. الله ذو فضل على المؤمنين. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, അത് ഉഹദിൻ്റെ ഒരു ഭാഗമേ ഇന്നലെ നമ്മൾ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകളിൽപ്പെട്ട ചില ആളുകൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവാക്യം ഹദീസ് വ്യാഖ്യാനം നൽകിക്കൊണ്ട് ജബലുർ റുമാത്ത് എന്ന് പിൽക്കാലത്ത് പേര് വന്ന ജബലു ഐനൈൻ, അതിൻ്റെ ശരിക്കുള്ള പേര് അങ്ങനെ ജബലു ഐനൈൻ എന്ന ഈ ജബലു ഐനൈനിൽ നിന്നും താഴെ ഇറങ്ങിയതിൻ്റെ പേരിൽ അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശത്തെ ആസ്ഥാനത്ത് വ്യാഖ്യാനിച്ചു. സഹാബത്ത് ആരും നബി തങ്ങളുടെ കൽപ്പനയെ ധിക്കരിക്കുന്നവരില്ല. ഒരു സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കൽപ്പനയെയും ധിക്കരിച്ചതായി ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടില്ല. ഇവിടെയും അങ്ങനെ തന്നെ കൽപ്പന ധിക്കരിച്ചതല്ല. യുദ്ധം കഴിയുന്നത് വരെ ജാഗ്രതയോടുകൂടി നിങ്ങൾ അവിടെ വേണമെന്നും ഒരു കാരണവശാലും യുദ്ധം കഴിയാതെ ഇറങ്ങരുത് എന്നുമാണ് ഉദ്ദേശം എന്നവർ തെവീൽ ചെയ്തു. ഇവിടെ പ്രശ്നം യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞാൻ പറയാതെ ഇറങ്ങരുത് എന്നായിരുന്നു ഉദ്ദേശം. പക്ഷെ അതിനവരെന്ത് വ്യാഖ്യാനിച്ചു? യുദ്ധം കഴിയാതെ. അങ്ങനെ പലപ്പോഴും ഉണ്ട്. ബനൂ ഖുറൈളയിലേക്ക് പോകുന്ന സമയത്ത് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ളുഹ്ർ നിസ്കരിച്ച ഉടനെ പുറപ്പെടണം. ബനൂ ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ ഒറ്റ കുഞ്ഞും ളുഹ്ർ അസർ നിസ്കരിക്കരുത്. അങ്ങനെ ബനൂ ഖുറൈളയിലേക്ക് പോയത്. ളുഹ്ർ നിസ്കരിച്ചിട്ട് അസർ നിസ്കരിക്കാൻ ബനൂ ഖുറൈളയിൽ എത്തണം. അതിനു മുമ്പ് അസർ നിസ്കരിക്കരുത്. സഹാബത്ത് എല്ലാവരും ഒന്നിച്ച് കൂട്ടമായി നിൽക്കാൻ സമയം കിട്ടിയില്ല. സൗകര്യപ്പെട്ടവർ ആയുധവും വാഹനവും എടുത്ത് അങ്ങനെ ചെറു സംഘങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഴിയിൽ അസറായി എന്നല്ല, അസർ അല്പം താമസിച്ചു. ഒരു വേള അസർ ഖളാവുമോ എന്ന് വരെ ശങ്കിച്ചു. അപ്പോൾ സഹാബത്തിൽ ഒരു വിഭാഗം എന്തു പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖുറൈളയിൽ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അല്ലാഹുവും റസൂലും പറയുന്നതാണല്ലോ ദീന്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ബനൂ ഖുറൈളയിൽ എത്തിയിട്ടേ നിസ്കരിക്കുള്ളൂ. അവർ നിസ്കരിക്കാതെയാണ് പോയി. അവർക്ക് ബനൂ ഖുറൈളയിൽ എത്തുന്നതിന് മുമ്പ് മഗ്രിബായി, അസർ ഖളായി. പക്ഷേ സഹാബത്തിൽപ്പെട്ട ഒരു വിഭാഗം എന്തു പറഞ്ഞു? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഇടക്കുന്ന വഖത്തായ നിസ്കരിക്കേണ്ടെന്നൊന്നുമല്ല, മറിച്ച് സമയം പാഴാക്കരുത്, പരമാവധി വേഗം എത്താൻ ശ്രമിക്കണം, അത്രേ ആ പറഞ്ഞതിനർത്ഥമുള്ളൂ. അങ്ങനെ അവർ വഴിയിൽ നിന്നിട്ട് പെട്ടെന്ന് നിസ്കരിച്ചു പോയി. ഇപ്പം രണ്ട് കൂട്ടർ. ഒരു കൂട്ടർ വഴിയിൽ നിന്ന് വേഗം നിസ്കരിച്ചു, ബനൂ ഖുറൈളയിൽ പോയി. മറ്റൊരു നബി തങ്ങൾ പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിലെടുത്ത് ബനൂ ഖുറൈളയിൽ എത്തിയിട്ട് നിസ്കരിച്ചപ്പോൾ അവർക്ക് നിസ്കാരം കളായി. ഈ രണ്ട് വിഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംഗതി പറഞ്ഞു. അഹ്സൻതും, നന്നായി എന്നാണ് നബി തങ്ങൾ പറഞ്ഞു. രണ്ടും എതിര് പറഞ്ഞിട്ടില്ല. അപ്പം വഴിയിൽ നിന്ന് അതായി നിസ്കരിച്ച് വേഗം പോയവരോടും ആക്ഷേപിച്ചിട്ടില്ല. ഒരു വിഭാഗം ഖളാ ആയിട്ട് ബനൂ ഖുറൈളയിൽ ചെന്നതിന് ശേഷം ഖളാ വീട്ടി, അതിനും ആക്ഷേപിച്ചിട്ടില്ല. എന്നതുപോലെ സഹാബത്ത് ഈ ജബലുർ റുമാത്തിൽ നിൽക്കുന്ന സഹാബത്ത് വ്യാഖ്യാനിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ ഉൾപ്പെടെയുള്ള 10 ആളുകൾ, താനും 9 അനുയായികളും അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു. അതായത് തങ്ങൾ പറഞ്ഞതാണ്. ഇനി ഇറങ്ങണമെങ്കിൽ
തങ്ങളുടെ കൽപ്പനകൾ വരണം. അതില്ലെങ്കിൽ ഇവിടെ കിടന്ന് ദാഹിച്ച് തൊണ്ട വരണ്ട് മരിച്ചാലും തായിറങ്ങിക്കൂടാ. ഞാൻ പറയാതെ ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ അതാണ് അക്ഷരാർത്ഥത്തിൽ. അതായിരുന്നു ശരി. ഭൂരിപക്ഷവും മനസ്സിലാക്കി അങ്ങനെയല്ല, യുദ്ധം പൂർണ്ണമായി അവസാനിക്കുന്നത് വരെ ഇറങ്ങരുത് എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ യുദ്ധം അവസാനിച്ചു. ഗനീമത്ത് സ്വത്തുകൾ സംഭരിക്കുകയാണ് സഹാബത്ത്. പിന്നെ ഇവിടെ നിൽക്കണ്ടല്ലോ എന്നുള്ളതിൽ അവരിറങ്ങി. പക്ഷെ അത് അള്ളാഹും പൊരുത്തപ്പെട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട്. ഇത്തരം വ്യാഖ്യാനങ്ങൾ ആവർത്തിക്കരുത് എന്നൽക്ക് അള്ളാഹു തആല ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ കൊടുത്തത്. അത് വല്ലാതെ ശക്തമായി പോയി. ഒരു ഭാഗത്ത് കൂടെ കുതിരപ്പടയാളികൾ ഇരച്ച് കയറി, യുദ്ധമില്ല, ആയുധങ്ങളൊക്കെ താഴെ വെച്ച് അണിയൊക്കെ തെറ്റി സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടുന്നവരുടെ ഇടയിലേക്കാണ് ഈ മലവെള്ളം പോലെ 200 കുതിരപ്പടയാളികൾ ഒന്നിച്ചു വന്നത്. ഇത് അബൂ സുഫിയാനും കൂട്ടരും ദൂരെന്ന് വീക്ഷിക്കുന്നുണ്ട്. യുദ്ധക്കളം കുതിരപ്പടയാളികളുടെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കിയ അവര് മറുഭാഗത്തിലൂടെ അവരും തിരിച്ചു വന്നു. സഹാബാക്കളാണെങ്കിൽ അവർക്ക് അണിയില്ല, ആയുധമില്ല, ചിട്ടയില്ല, നിയന്ത്രണമില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് ആർക്കും ഒന്നും അറിയില്ല. അണിയന്നില്ല. യുദ്ധത്തിന് നിമിഷങ്ങൾ നിസ്കാരത്തിന് സുഫ് കിട്ടും പോലെ അണി നിരത്തിയിട്ടാണ് യുദ്ധം തുടങ്ങുക. അതെല്ലാം താറുമാറായി. ഒന്നുമില്ലല്ലോ. ഗനീമത്തെടുക്കുമ്പോൾ എന്ത് സഫ. ഈ സമയത്ത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ സ്വന്തം കയ്യിലുണ്ടാവേണ്ട ഉടവാള് പോലും കയ്യിലില്ലാത്തൊരവസ്ഥ. ആകെ 2 ഭാഗത്തു നിന്നുള്ള ഒട്ടക സൈന്യവും കുതിര സൈന്യവും കൂടിയുള്ള ഈ പൊടിപടലങ്ങളിൽ പരസ്പരം കാണാൻ പറ്റാതെയായി. അതിൻ്റെ പുറമെ ഇബ്ലീസുല്ലൈനൊരു ഫിത്നയുണ്ടാക്കി. ഇബാദല്ലാഹ് വറാഅക്കും, ഓ അല്ലാഹുവിന്റെ അടിയാറുകളാവുന്ന സഹാബത്തെ പിൻഭാഗം ശ്രദ്ധിച്ചു കൊള്ളണം. എന്ത് പിന്നു മുന്നോട് അണിനിരുന്ന ആകെ ശീതലമായി കിടക്കുന്നോടത്താ പറഞ്ഞു. അപ്പോ ഇവര് നേരെ എന്തായി, മുന്നിന്ന് പിന്നു. അപ്പൊ പിന്നിൽ സഹാബാക്കളാണ്, മുന്നിലും സഹാബാക്കളാണ്. ഇവരോട് എന്ത് പറഞ്ഞു? പിന്നെ ശ്രദ്ധിച്ചോളണേ. അപ്പൊ ഇവരെന്ത് മനസ്സിലാക്കി? പിന്നെ കൂടെയാണ് ഇപ്പൊ അബൂ സുഫിയാനും കൂട്ടരും അതുപോലെ ഖാലിദ് ബിൻ വലീദും കൂട്ടരും ഒക്കെ വരുന്നത്. അപ്പൊ പിന്നിൽ ഏൽക്കാണ് ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ മുഅ്മിനീങ്ങളാണ്. എന്നാ ഒരാളെ മറ്റേയാളെ കാണാൻ പറ്റുന്നുണ്ടോ? പൊടിപടലങ്ങളെ കൊണ്ടിട്ട് പാതിരാത്രി പോലെ ഇരുളടിക്കുന്നു. പിന്നെ ഒരു നിയന്ത്രണവും ഇല്ല. എന്താ ചെയ്യേണ്ടത് എന്നറിയുന്നില്ല. അതിൻ്റെ ഇടക്കാണ് ഇബ്നു ഖമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യൻ, മുസ്ലിം കൊണ്ട് പതാകവാഹകനായിരുന്ന ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുകയും, അയാള് മനഃപൂർവ്വമാണോ അല്ലേ എന്നറിഞ്ഞില്ല. ഇന്നി ഖതൽതു മുഹമ്മദാ, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചിരിക്കുന്നു എന്ന വിളിയാളം. തീർന്നില്ല. ഉടനെ അതാ നേരത്തെ പറഞ്ഞ ഇബ്ലീസ് ശൈത്താൻ ജബൽ ഐനൈൻ എന്ന് പറയുന്ന ജബലുർ റമാത്തിന്റെ മുകളിൽ കയറിയിട്ട് ഉച്ചത്തിൽ 3 ഭാഗത്തേക്കും തിരിഞ്ഞ് വിളിച്ചു ഒട്ടഹസിച്ചു. ഖുതില മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓൻ സലാത്തൊന്നും ചൊല്ലിയിട്ടില്ല, നമ്മൾ ചൊല്ലണല്ലോ. ഖുതില മുഹമ്മദുൻ, 3 ഭാഗത്തേക്കും തിരിഞ്ഞിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇബ്നു ഖമിയ പറഞ്ഞിട്ട് എല്ലാവരും കേട്ടിട്ടില്ല. മലന്റെ മുകളിൽ കയറിയിട്ട് ശൈത്താൻ വിളിച്ചു പറഞ്ഞു. ഇതോടുകൂടി സഹാബത്ത് അങ്ങോട്ട് അമ്പരന്നു. ബാക്കിയുള്ളതൊന്നും അവർക്ക് പ്രശ്നമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹീദായെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ആകെ പേടിച്ച് അമ്പരന്ന് ഒരു കൂട്ടർ എന്ത് ചെയ്യണം എന്നറിയാതെ യുദ്ധക്കളം വിട്ടോടി. ഒരു തീരുമാനം എടുക്കാൻ പറ്റണ്ടേ? അങ്ങനെ അവര് കളം വിട്ടോടി. വേറെ ഒരു കൂട്ടര് എന്തു പറഞ്ഞു? ഇനി നമ്മൾ എന്താ നോക്കണ്ടേ? നമുക്ക് ഇനി നോക്കാനൊന്നുമില്ല.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്നാ കേട്ടത് ആയിരിക്കാം. എങ്കിൽ നമുക്കിനി എന്താ കാത്തിരിക്കാനുള്ളത്? ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു ലക്ഷ്യത്തിന് കൊല്ലപ്പെട്ടോ ആ ലക്ഷ്യത്തിൽ നമ്മൾ മരിക്കുക, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ജീവിക്കുക, രണ്ടാലൊന്നല്ലാതെ മറ്റൊന്നുമില്ല. അവർ സ്വയം തടിമറന്ന് അള്ളാഹുവിൻ്റെ ദീനും തൗഹീദും നിലനിർത്താൻ വേണ്ടിയിട്ട് സകലതും മറന്ന് ജീവൻ കൊടുത്ത് രക്തസാക്ഷിയാവാൻ വേണ്ടി തയ്യാറായി. മൂന്നാമതൊരു കൂട്ടർ എന്നും തീരുമാനിക്കാൻ കഴിയും, ഒരു അമ്പരന്നിങ്ങനെ നിൽക്കുക. അവർക്കൊന്നും അറിയില്ല എന്താ വേണ്ടത്. ഓടണോ അതും അറിയില്ല. അല്ല, ഇനി പടമൊരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച മാർഗത്തിൽ നമ്മളും മരിക്കണോ അതും അറിയില്ല. ഇങ്ങനെ മൂന്ന് കക്ഷിയായി സാഹിബത്ത്. ഇവിടെയൊന്നും നേതൃത്വം കൊടുക്കാൻ പതാകവാഹകനില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹീദായി എന്ന ഈ കിംവദന്തി അങ്ങോട്ട് പ്രചരിച്ചതോടുകൂടി ആർക്കും നേതൃത്വവും നിർദ്ദേശവും കൊടുക്കാനില്ലാത്തൊരു അരക്ഷിതാവസ്ഥ, വല്ലാത്തൊരു സാഹചര്യമാണ്. അത് പരമാവധി മുതലെടുത്തുകൊണ്ട് ശത്രുക്കൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക്? അവരുടെ ഒറ്റ ലക്ഷ്യം ഹബീബ് റസൂലുള്ളാഹി. അവർക്കറിയാൻ കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷെ സഹാബത്ത് അമ്പരന്ന് നിൽക്കുക. ഒറ്റപ്പെട്ടു പോയ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ 4 ഭാഗം നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹീദായി എന്ന വാർത്ത കേൾക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ശക്തമായ കൊടുമ്പിരി കൊണ്ട യുദ്ധം നടക്കുന്നത് കാണുന്നു. നീ എന്താ നോക്കണ്ട്? ഹബീബ് പോയെങ്കിൽ ഇനി നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? അങ്ങോട്ട് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നുള്ള നിലക്ക് ഒറ്റക്കൊരു മുന്നേറ്റം ഈ കൂട്ടമായി നിൽക്കുന്ന ശത്രു സൈന്യത്തിൻ്റെ നേരെ ഒരു ജീവൻ മരണ മുന്നേറ്റം ഇമാം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ ആ വന്യമായ ആ മുന്നേറ്റത്തിൻ്റെ മുന്നിൽ അണിനിരന്നിരിക്കുന്ന ശത്രു സൈന്യം പോലും പതറിപ്പോയി. അങ്ങനെ അവരുടെ അണി മുറിച്ചു കടന്ന് മറുഭാഗം ചെന്നപ്പോൾ മറുഭാഗത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തിൽ നിന്ന് ഏകദേശം ഒറ്റപ്പെട്ടുകൊണ്ടുണ്ട്. തങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് ഒരടി പിന്നോട്ട് മാറിയിട്ടില്ല. സഹാബത്താകെ ചെതറിയതാ. ഇപ്പൊ ഇവിടെ മറിച്ചു കടന്ന് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ ഓരോരുത്തരായി ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വെറും 2 ആൾ മാത്രമായ സമയമൊക്കെ ഉണ്ട്. നാനാ ഭാഗത്തുനിന്നും ശത്രുക്കൾ മഴ വർഷിക്കുന്നത് പോലെ അമ്പെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം രക്ഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കൊടുത്തൊരു വാഗ്ദാനമുണ്ട്, വല്ലാഹു യാസിമുക മിനന്നാസ്. ജനങ്ങൾക്ക് തങ്ങളെ കൊല്ലാൻ കഴിയില്ല. അവിടുത്തെ ജീവൻ അല്ലാഹു കാക്കും. ഇല്ലെങ്കിൽ ഒരു നിമിഷം ബാക്കി ഉണ്ടാവില്ല. 3000-ഓളം വരുന്ന ആളുകൾ ഒറ്റൊരു ലക്ഷ്യം വെച്ച് നബി തങ്ങളെയാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഴ വർഷിക്കുന്നത് പോലെ അമ്പ് വരുമ്പോൾ അല്ലാഹുവിൻ്റെ മലായിക്കത്ത് ഇടതും വലതും നിന്ന് ഈ പറന്നു വരുന്ന അസ്ത്രങ്ങൾ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടത്തോട്ടും വലത്തോട്ടും തെറ്റിപ്പോകല്ലാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശരീരത്തിൽ ഒരൊറ്റ അമ്പ് പോകുന്നില്ല. അലി റളിയല്ലാഹു അൻഹു ഇത് കണ്ട് അടുത്ത് വരിക. നോക്കുമ്പോൾ ഒരാൾ ഇടത്ത് ഭാഗത്തുണ്ട്, ഒരാൾ വലത്ത് ഭാഗത്തുണ്ട്. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ പരിചയമുള്ള ആളുകളാരുമല്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും യുദ്ധത്തിൽ നബി തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിലും മലക്കിറങ്ങിന്. പക്ഷേ സഹാബാക്കൾക്ക് വേണ്ടി അവർ യുദ്ധം ചെയ്തിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണമായിരുന്നു അവരുടെ ഉത്തരവാദിത്വം. സഹാബത്ത് ഇല്ലാതിരുന്നപ്പോൾ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ഉമ്മർ റളിയല്ലാഹു തആല പേരെടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു വാദിയാണ്. ബൈഅത്ത് അഖബ ഉടമ്പടിയുടെ 2ാം അഖബ ഉടമ്പടിയിൽ 72
പുരുഷന്മാരും 3 സ്ത്രീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്തിരുന്നു ഹിജ്റയുടെ മുമ്പ്. സ്വന്തം ഭാര്യയാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ തങ്ങൾ മദീനയിൽ വന്നാൽ തങ്ങളെ ജീവൻ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ബൈഅത്ത് ചെയ്ത് അതിൽപ്പെട്ട 2 വ്യക്തികൾ അവിടെ ഉണ്ട്. ഒന്ന് ഈ ഉമ്മുമാറ റളിയല്ലാഹു അൻഹ, നുസൈബ എന്നാണ് അവരുടെ പേര്. ബഹുമാനപ്പെട്ട ഉമ്മുമാറ റളിയല്ലാഹു തആല അൻഹ. രാവിലെ കുറേ സ്ത്രീകളുണ്ട് യുദ്ധത്തിൽ. അവർ പോയിരുന്നത് പരിക്കേറ്റവർക്ക് ചികിത്സിക്കാനും ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കാനും അങ്ങനെയുള്ള ഖിദ്മത്തുകൾക്ക് പോകേണ്ടതാണ്. അതിൽ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉണ്ട്. ഇങ്ങനെ കുറേ സ്ത്രീകൾ ഖിദ്മത്തിനുണ്ട്. പക്ഷേ കാലാവസ്ഥ മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തിൽ നിന്ന് ഒറ്റപ്പെട്ട സമയത്ത് വെള്ളവുമായി നടന്നിരുന്ന ഉമ്മുമാറ റളിയല്ലാഹു തആല അൻഹു അവരുടെ ഭർത്താവിനെയും കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ വെള്ളം കൊടുക്കേണ്ട സമയമല്ലല്ലോ. ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്ഷിക്കലാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. ഉസയ്യത്ത് ബിൻ അംർ എന്ന അദ്ദേഹത്തിന്റെ പേര്. ഉമ്മുമാറ എന്ന നുസൈബയുടെ ഭാര്യ ഉസയ്യത്ത് ബിൻ അംർ റളിയല്ലാഹു അവനെ കൂട്ടിയിട്ട് പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുക. അങ്ങനെ ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട ഉമ്മുമാറയും മറുഭാഗത്ത് ഭർത്താവും 2 പേരും കൂടി നാനാഭാഗത്തു നിന്നും വരുന്ന ആക്രമണങ്ങൾ തടയുകയാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദൂരെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മനസ്സിലാക്കി ഓടി വരുന്നുണ്ട്. തങ്ങൾ കൊല്ലപ്പെട്ട് എന്ന് കേട്ട് അമ്പരന്ന് പോയതാണ്. അറിയുന്നവർ വരുന്നുണ്ട്. ചിലപ്പോൾ 30 ആളുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായ സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോൾ 12 ആളുകൾ ഉണ്ടായ സമയമുണ്ട്. ചിലപ്പോൾ 7 ആളുകൾ ഉണ്ടായ സമയമുണ്ട്. ചിലപ്പോൾ ആരുമില്ലാതെ ഒറ്റപ്പെട്ട സന്ദർഭം ഉണ്ടായിട്ട്. ഇവിടെയൊക്കെ ശത്രുക്കൾ നബി തങ്ങളെ കാണുന്നുണ്ട്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുഴപ്പെടുത്താൻ വേണ്ടി തന്നെ കച്ചകെട്ടി ഇറങ്ങി, മറ്റൊരു ലക്ഷ്യമില്ല. അങ്ങനെ ഇബ്നു ഖമിയ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ കൊല്ലും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. ശപഥം ചെയ്ത്. ഇയാളാണെങ്കിലോ കണ്ണല്ലാതെ ബാക്കി ഒന്നും പുറത്ത് കാണാത്ത നിലക്ക് പടയങ്കി ധരിച്ച്, പടത്തൊപ്പി ധരിച്ച്, ഇരുമ്പ് കൊണ്ട് മൂടപ്പെട്ട വേഷമാണ്. ഇയാളുമായി പടവെട്ടി ബഹുമാനപ്പെട്ട ഉമ്മുമാറ റളിയല്ലാഹു തആല മർമ്മത്ത് നോക്കി വെട്ടി നല്ല അഭ്യാസിയാണ് ഉമ്മുമാറ റളിയല്ലാഹു അൻഹു. പക്ഷേ വെട്ടുകളൊന്നും ഉദ്ദേശിച്ചതുപോലെ ഏൽക്കുന്നില്ല. കാരണം ഇവരുടെ കയ്യിലുള്ള വെറും സാധാരണ ഉടവാളാണ്. ഇബ്നു ഖമിയയാണെങ്കിൽ ഇരുമ്പ് കൊണ്ടിട്ട് ആകെ വലയം സൃഷ്ടിച്ചത് കൊണ്ട് വെട്ടൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. തുടരെയായ ഇബ്നു ഖമിയക്കെതിരെയുള്ള വെട്ട് തിരിച്ചയാളൊരു വെട്ട് ബഹുമാനപ്പെട്ട ഉമ്മുമാറക്ക് അത് നേരെ അവരുടെ കഴുത്തിലാകൊണ്ട് വലിയൊരു മുറിവായി. ആ മുറിവ് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫായ ബറക്കത്ത് കൊണ്ട് ശിഫയായെങ്കിലും മരണം വരെ വലിയൊരു കുഴിയായിട്ട് ആ സ്ഥലം നിന്നിരുന്നു. റളിയല്ലാഹു അൻഹു ഓടി വരുമ്പോൾ പറയാൻ, ഒരു സന്ദർഭത്തിൽ ബൈത്തുൽ മാലിൽ കുറേ വസ്ത്രങ്ങൾ, മേത്തരം വസ്ത്രങ്ങൾ വന്നിരുന്നു. അത് ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കുമ്പം ആരോ സഹാബാക്കളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് തങ്ങളെ, ഈ മേത്തരം വസ്ത്രം കൊടുക്കാൻ എന്തുകൊണ്ടും അർഹത ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിൻ്റെയും മകളായ നിങ്ങളുടെ ഭാര്യ ഉമ്മു കുൽസൂമിനാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ല, ഉമ്മുൽ കുൽസൂം ബഹുമാനിക്കേണ്ടവരാണ്, ഫാത്തിമ ബീവിൻ്റെ മോളാണ്. പക്ഷേ അതല്ല വേണ്ടത്. ഒരു ഘട്ടത്തിൽ ഞാൻ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് വരുന്ന സമയത്ത് നബി തങ്ങളെ സംരക്ഷിക്കാൻ അവിടെ ഉമ്മുമാറ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശത്രുക്കൾ വലതുഭാഗത്തൂടെ വരുമ്പോൾ വലതുഭാഗത്ത് എതിർക്കുകയും ഇടതുഭാഗത്തൂടെ വരുമ്പോൾ ഇടതുഭാഗത്ത് എതിർക്കുകയും മുന്നിലൂടെ വരുമ്പോൾ മുന്നിൽ വന്ന് അതിനെ പ്രതിരോധിക്കുകയും പിന്നിലൂടെ വരുമ്പോൾ പിന്നിൽ നിന്ന് അതിനെ പ്രതിരോധിക്കുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 ഭാഗത്തും മാറി 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 നിന്നുകൊണ്ട്
ഇരു കൈകളിലും ആയുധമേന്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ദേഹം സംരക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്ത സേവനം പുരുഷന്മാർക്ക് പോലും വന്ന് സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരെ ആദരിക്കലാണ് നമ്മൾ വേണ്ടത്. അവരുടെ ജീവിതം തന്നെ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസൈലിമത്തുൽ കദ്ദാബുമായി നടന്ന യമാമ യുദ്ധത്തിൽ അവരുടെ മകൻ ഖല്ലാദ് കൂടെ ഉണ്ട്. ആർക്കും അടുക്കാൻ കഴിയുന്നില്ല മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുത്തേക്ക്. അത്രയും ശക്തമായ സുരക്ഷിതത്വം ഉണ്ട്, സെക്യൂരിറ്റിക്കാരുടെ സംരക്ഷണം. ഇയാൾ തന്നെ ഒരു ഭീമാകാരനുമാണ്. അങ്ങനെ മഹദി അവർകൾ രണ്ടും കൽപ്പിച്ചു. ഒരു ഭാഗത്ത് മകനുണ്ട്, ഒരു ഭാഗത്ത് ഉമ്മയുണ്ട്. രണ്ടും കൽപ്പിച്ച് മുസൈലിമത്തിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നേറി മുസൈലിമത്തിനെ വെട്ടാൻ വേണ്ടി വാളോങ്ങുമ്പോൾ അയാളുടെ അംഗരക്ഷകരിൽപ്പെട്ട ഒരാള് ആ കൈ അങ്ങനെ തന്നെ വെട്ടിക്കളഞ്ഞു. കൈ മുറിഞ്ഞുപോയി. നേരത്തെ ഇവിടെ ഇബ്നു ഖമിയന്റെ വെട്ടുകൊണ്ട് മുറിവേറ്റ് വലിയൊരു ഒരു കുഴി അടയാളപ്പെട്ടിരുന്നു എന്നുള്ളൂ. ഇത് കൈ വെട്ടിക്കളഞ്ഞു. അതിലവർക്ക് പരാതിയില്ല. തൊട്ടടുത്ത് നോക്കുമ്പോ മകൻ ഖല്ലാദ് ചോരയൊലിക്കുന്ന വാളിൽ നിന്നിട്ടും രക്തം തുടക്കുന്നു. ഉമ്മ ചോദിക്കുകയാണ്, മോനെ നീ മുസൈലിമത്തിന് വെട്ടിയോ? ആ ഉമ്മ മുസൈലിമത്തിന് വെട്ടി വീഴ്ത്തി. നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞ വഹ്ശി ചാട്ടുളി പ്രയോഗിച്ച് ഇയാൾ വീണിട്ടുള്ളൂ. വീണോടത്ത് അയാളെ വെട്ടിക്കൊന്നത് ഖല്ലാദ് റളിയല്ലാഹു അൻഹു ആണ്, ഈ ഉമ്മുമാറിന്റെ മകൻ. ഉമ്മ, ഞാൻ അവനെ വെട്ടിക്കൊന്നു. അത് കേട്ട മാത്രമേ തനിക്കൊരു കൈ നഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും ചിന്തിച്ചത്. ഉടനെ അള്ളാഹുവിന് ശുക്രായി സുജൂദ് ചെയ്യുകയാണ്. ഇങ്ങനെ മരണം വരെ അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്ത ഉമ്മുമാർ റളിയല്ലാഹു തആല ഒരേ സമയത്ത് 4 ആളുകളുടെ സേവനം ആയുധമെടുത്തുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ട ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് 4 ഭാഗത്തുനിന്നും വസ്ത്രങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ തങ്ങൾ ഇരിക്കുന്നു. തങ്ങൾ മുന്നോട്ട് ഒരടി നിന്ന നൃത്തത്തിൽ നിന്ന് ഇതുവരെ നബി തങ്ങൾ പിന്നോട്ട് മാറിയിട്ടില്ല. അമ്പ് തടുക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു. തങ്ങൾ ഇരുന്നിട്ട് ത്വൽഹത്ത് റളിയല്ലാഹു തആല നബി തങ്ങളുടെ മുകളിലൂടെ അങ്ങനെ കമഴ്ന്ന് ഇപ്പുറത്ത് കയ്യും കുത്തി ഇപ്പുറത്ത് കാലും ഏറ്റ് നടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കുന്നു. തുരുതുരാ അമ്പ് വന്ന് വീഴുന്നു. ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു തആലയുടെ പുറത്താണ് അമ്പേറ്റുകൊണ്ടിരിക്കുന്നത്. അമ്പേറ്റ് ഒന്നും രണ്ടുമല്ല, ജീവനുള്ള മനുഷ്യന്റെ ശരീരം. സിദ്ദീഖ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള 7 സഹാബാക്കൾ ഓടിയെത്തി. അവരെത്തിയപ്പോഴേക്ക് പറയാം, മുള്ളന്റെ കോല് പോലെ ദേഹം കാണാതെ ശരീരത്തിൽ നിറയെ ശത്രുക്കളിന്റെ അമ്പ് കൊണ്ടിട്ട് തിരിച്ചറിയാതെ തളർന്ന അവശനായി അടുത്തുണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു വീണു. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 7 സഹാബത്ത് ഓടിയെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ത്വൽഹത്തിന്റെ കാര്യം വളരെ ഗുരുതരാണ്, ശ്രദ്ധിക്കുകയും. പക്ഷെ സഹാബത്ത് ശ്രദ്ധിച്ചില്ല. അതിൻ്റെ മുമ്പ് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ദുഷ്ടനായ ഉത്ബത്ത് ബിൻ വഖാസിന്റെ അമ്പ് കൊണ്ട് എയ്തതാണോ അതല്ല ചവണയിൽ വെച്ച് കല്ലെറിഞ്ഞതാണോ ഏതായാലും വേണ്ടിയില്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പൊട്ടി ഷഹീദായി പോയിട്ടുണ്ട്. ചോരൊലിക്കുന്നു. അതിൻ്റെ പുറമെ ഇബ്നു ഖമിയത്തിന്റെ വെട്ടേറ്റ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടയങ്കി പൊട്ടിപ്പോയി.
ഇരുമ്പിൻ്റെ പടയങ്കി പൊട്ടി. ആ പടയങ്കിയുടെ 2 ഇരുമ്പ് കണ്ണികൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിൽ ആണ്ടിറങ്ങി. അതിൽ നിന്നും രക്തം ധാരധാരയായി വരുന്നു. ഷറഫാക്കപ്പെട്ട പല്ല് പൊട്ടിയ ആ ഭാഗത്തിൽ നിന്നും രക്തം വരുന്നു. ഇത് കണ്ടപ്പോ സഹാബത്ത് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു വളരെ ഗുരുതരാവസ്ഥയിലാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാതെ ബാക്കി എന്താണ്? തങ്ങൾ പറഞ്ഞു ത്വൽഹത്തിനെ ശ്രദ്ധിക്കുന്നു പറഞ്ഞെങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. അവര് നേരെ വന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ശരീരത്തിൽ നെറ്റിത്തടത്തിൽ തുളച്ചു കയറിയ ഈ പടത്തൊപ്പിയുടെ കണ്ണി, ഇരുമ്പിന്റെ കണ്ണി പറിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഅദ് ബിൻ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഏതാണ്ട് ഞാൻ പേര് പിന്നെ പറഞ്ഞുതരാം. മഹാനവറുകൾ പറഞ്ഞു, സിദ്ദീഖ് ദയവ് ചെയ്ത് ഈ ചാൻസ് എനിക്ക് തരണം. എപ്പോഴും സേവനം ചെയ്യുന്ന ചാൻസ് നിങ്ങൾക്ക്. ഇത് കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റൂല. കാരണം കൈകൊണ്ട് പറിച്ചെടുക്കുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോവും. അതുകൊണ്ട് ഞാനത് എൻ്റെ പല്ലുകൊണ്ട് പതുക്കെ അറിയാതെ കടിച്ചെടുക്കാം. അബൂബൈദത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തു. അബൂബൈദത്ത് റളിയല്ലാഹു അൻഹു ഷറഫാക്കപ്പെട്ട ആ തിരുമുഖത്തേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് പതുക്കെ അവിടുത്തെ മുമ്പല്ല് കൊണ്ട് ഈ ഒരു കണ്ണി കടിച്ചെടുത്തു. ആ എത്രത്തോളം ഗൗരവത്തിൽ കീപ്പിട്ട് താണ്ടിറങ്ങിയിരുന്ന ആ കല്ല് പറിച്ചെടുത്ത് ഈ കണ്ണി പുറത്തു പോരുമ്പോൾ മഹാനവർകൾ ഒരു മുമ്പല്ല് തെറിച്ചുപോയി. ഉടനെ രണ്ടാമത് പറിക്കണം. വീണ്ടും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ എടുക്കാം. വേണ്ട സിദ്ദീഖേ, ഈ ചാൻസ് എനിക്ക് തന്നെ, അത് നിങ്ങൾ സഹിച്ച് എനിക്ക് സമ്മതിച്ചു തരണം. അങ്ങനെ രണ്ടാമത്തെ കണ്ണിയും പതുക്കെ പതുക്കെ സൂക്ഷിച്ച് തങ്ങളെ എന്തായാലും വേദനയാവും, എന്നാലും വിഷമിപ്പിക്കാതെ അടുത്ത കണ്ണി എടുത്തപ്പോൾ രണ്ടാമത്തെ പല്ലും തെറിച്ചുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം ഇങ്ങനെ ധാരധാരയായി വരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ഓടിയെത്തി. ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓടിയെത്തി. അവര് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഈ രക്തം ഒലിക്കുന്നോട്ട് ഒഴിക്കാൻ തുടങ്ങി. വെള്ളം പാരുമ്പം കൂടുതൽ ശക്തിയായിട്ട് രക്തം ഒലിക്കുക. ഫാത്തിമ റളിയല്ലാഹു തആല അലിയാരോട് പറഞ്ഞു, നിൽക്കി വെള്ളം പാരല്ലേ. ഒരു പഴയ പായുണ്ട്, ഈത്തപ്പന ഓല കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ പായ. പണ്ടൊക്കെ നമ്മൾ തെങ്ങിൻ്റെ ഓല കൊണ്ടും അതുപോലെ തന്നെ കൈതൻ്റെ ഓല കൊണ്ടൊക്കെ പായ മടഞ്ഞുണ്ടാക്കുക. ഇവർ പണ്ട് തന്നെ നമ്മളെ ഓലൻ്റെ സ്ഥാനത്ത് ഈത്തപ്പനൻ്റെ ഓല കൊണ്ട് ആ പായ മടഞ്ഞുണ്ടാക്കുക. പഴയ ഒരു പായൻ്റെ ഓല തീയിലിട്ട് കരിച്ച് വെണ്ണീറാക്കി മഹദിയായ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹ ആ വെണ്ണീർ ഈ 2 ദ്വാരങ്ങളിൽ, ഈ കണ്ണി പതിച്ച് പറിച്ചെടുത്ത ആ ദ്വാരങ്ങളിൽ ഈ വെണ്ണീർ വെച്ചപ്പം രക്തം അവിടെ നിന്നു. പല്ല് പറഞ്ഞു പോയില്ല, പല്ല് പൊട്ടിയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോൾ ബോധം കെട്ടിടക്കുക, തളർന്ന് അവശനായി ബോധരഹിതനായിരിക്കും. അങ്ങനെ അവർ വെള്ളം കുടഞ്ഞ് വിളിച്ചപ്പം ഉണർന്നു, ബോധം തെളിഞ്ഞു. ആദ്യം തന്നെ എന്താണ് അവസ്ഥ? ഈ ഒരു അമ്പും പറിച്ചെടുത്തിട്ടില്ല. പൊള്ളന്റെ കോല് പോലെ ദേഹത്ത് നിറച്ചും തറച്ചിരിക്കുന്ന ഈ അമ്പുകൾ ശരീരത്തിൽ നിലനിന്ന് ചോരങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബോധം വന്ന ആദ്യം ചോദിച്ചത് മാ ഫഅല റസൂലുള്ളാഹി. തങ്ങൾക്ക് സ്വന്തം ശരീരം കൊണ്ട് ഒരു അങ്കി പോലെ മറ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ബോധം കെട്ട് വീണത്. തങ്ങളുടെ അവസ്ഥ എന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതനാണ്. തൻ്റെ അവസ്ഥ മറന്നുകൊണ്ട് ഞാനിപ്പോൾ എവിടെ എന്തവസ്ഥയിലാണെന്നുള്ള കാര്യം കൂടി ചിന്തിക്കാതെ മഹാനവറുകൾ പറഞ്ഞ വാക്കാണ്, കുല്ലു ബലാഇൻ
ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്. എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും തങ്ങൾ സുരക്ഷിതനാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ബാക്കിയെല്ലാം നിസ്സാരമാണ്. എന്നിട്ട് ഇവർ ഈ അമ്പുകളെല്ലാം പറിച്ചെടുത്ത് മുറിവ് വെച്ച് കെട്ടി. ഒരു ഘട്ടത്തിൽ ഈ വാർത്ത മദീന വരെ എത്തി. അതിൽ ഒരു ഭാഗം അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള അൻസാരികൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായി. ഇനി നമ്മളെന്താ നോക്കിക്കണത്? ഹബീബ് ഒരു ഷഹീദായ അവിടത്തേക്ക് നമ്മളും ഉറങ്ങാം. അങ്ങനെ സഅദ് ബിൻ റബീ റളിയല്ലാഹു തആല അൻഹു വരുന്നുണ്ട്. അനസ് ബിൻ നദർ ചോദിക്കുക, സഅദേ നിനക്ക് വാസനിക്കുന്നുണ്ടോ? ഉണ്ട്. ഏതിന്റെ താഴ്വരയിലൂടെ സ്വർഗത്തിന്റെ പരിമളം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ സ്വർഗം മാടി വിളിക്കുന്നു. ഹബീബ് പോയി നമ്മളെ സ്വർഗം മാടി വിളിക്കുന്നു. മലയുടെ താഴ്വരയിൽ നിന്നതാ സ്വർഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വാളിന്റെ ഉറ പോലും വലിച്ചെറിഞ്ഞ് ഈ രണ്ടുപേരും സഅദ് ബിൻ റബീ റളിയല്ലാഹു തആല തങ്ങളും അനസ് ബിൻ നദർ റളിയല്ലാഹു തആല രണ്ടാളും മുന്നേറി രണ്ടുപേരും ഷഹീദായി. നോക്കുമ്പോൾ ശരീരത്തിന്റെ മുൻഭാഗത്ത് മാത്രം 80ഓളം പരിക്കുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മരിച്ചു വീഴുന്നത് വരെ ഒന്ന് ഇടത്തോ വലത്തോ തിരിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെ കുറെ സഹാബത്ത് അള്ളാഹുവിന്റെ ഹബീബ് പോയെങ്കിൽ ആ പോയ ഭാഗത്തേക്ക് പോവുക. അങ്ങനെ ഷഹീദായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽക്കാലം യുദ്ധക്കളം നിയന്ത്രണ വിധേയമല്ല. കാരണം ഒരു ചിട്ടയും ക്രമവും വന്നിട്ടില്ല. ഈ നിലക്ക് പൊരുതിയിട്ട് മുന്നേറാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഉഹുദ് മലയുടെ ഒരു ഭാഗത്ത് ഒരു കുന്നിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പൊ ഇവര് നബി തങ്ങളെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടെ ഉണ്ട് ശത്രുക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 8 അല്ലെങ്കിൽ 9 ആളുകൾ സഹാബത്ത് കൂടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ കയറാൻ ശ്രമിച്ചു. കയറുമ്പോൾ ഒരു പാറക്കല്ലിന്റെ മോളിൽ കയറിയിട്ട് വേണം പുറം പോകാൻ. അപ്പോൾ തങ്ങൾ ശരീരത്തിൽ 2 പടയങ്കിയാ ധരിച്ചത്. ഒന്നിന്റെ മോളെ ഒന്നായിട്ട് 2 പടയങ്കി. ക്ഷീണിതനുമാണ്, അവശനുമാണ്. ആ സമയത്ത് കയറാൻ കഴിയുന്നില്ല. അപ്പൊ സഹാബാക്കളിൽപ്പെട്ട ഒരാൾ തൻ്റെ താഴെ ഇരുന്ന് കൊടുത്തു, തങ്ങളെ എൻ്റെ ചുമലിൽ ചവിട്ടി കയറിക്കോളി. അങ്ങനെ ആ ചുമലിൽ ചവിട്ടി കല്ലിൻ്റെ മുകളിൽ കയറി ഈ കുന്നിലേക്ക് പോകുമ്പോൾ 100ഓളം വരുന്ന മുശ്രിക്ക് സൈന്യം ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ കുന്നിൽ വെച്ച് കൊലപ്പെടുത്താൻ വേണ്ടി വെറും 8 ആളാ കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ 9 ആള്. അവര് കല കയറാൻ തുടങ്ങുമ്പം നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ലാ യംബഗി ലഹും അൻ യഅലൂനാ, ഞങ്ങൾ കയറിയ ഈ കുന്നിൻ മുകളിൽ അവർക്ക് കയറിക്കൂടാ, അവർ കയറരുത്, കാരണം പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മുടെ ദേഹരക്ഷയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ നിങ്ങൾ ആരാണ് തയ്യാർ? ബഹുമാനപ്പെട്ട മുഹാജിരിയായ ഒറ്റൊരാളെ ഉള്ളൂ കൂടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ റെഡിയാണ്. മക്കൾ നിൽക്കുകയാണ്. അപ്പം അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞാൻ റെഡിയാണ്. അങ്ങനെ ഈ 100 ആളുകളോട് ഒറ്റൊരു മനുഷ്യൻ നിന്ന് പടപൊരുതി. ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആളുകളും മുന്നോട്ട് പോയി. അല്പസമയത്തിനുള്ളിൽ ഈ 7ൽപ്പെട്ട ഒരാൾ ഷഹീദായി. കാരണം ഒറ്റ ആളാണല്ലോ 100 ആളോട് പൊരുതുന്നത്. അദ്ദേഹം ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞു, ഇനി ആരുണ്ട് സ്വന്തം ശരീരം സംഭാവന ചെയ്യാൻ? രണ്ടാമത്തെ അൻസാരി ഏറ്റു. അങ്ങനെ 7 അൻസാരികളും ഈ ശത്രുക്കളെ ഈ കുന്നിലേക്ക് കയറാൻ അനുവദിക്കാതെ അവരെ പ്രതിരോധിച്ച് നിന്നുകൊണ്ട് പടപൊരുതി രക്തസാക്ഷിത്വം വഹിച്ചു. പിന്നെയാണ് അവസാനം അൻസാരി
അപ്പോഴേക്ക് സഹാബാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ ഓടിയെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനായി. അങ്ങനെ ആ കുന്നിൽ കയറി. ആ കുന്ന് പഴയ ആളുകൾക്കൊക്കെ പരിചയമുണ്ട്. ആ കുന്നിൽ ഒരു ഗുഹയുണ്ട്. 2 കല്ലിങ്ങനെ വന്നിട്ട് കൂടിയിട്ട് അതിൻ്റെ താഴെ എത്ര കൊടുത്ത 49-48 ഡിഗ്രിയൊക്കെ ചൂടുണ്ടാവുമ്പോഴും അതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയ AC റൂം കയറിയേക്കാം. ഇന്നും അതെന്നെ അവസപ്പന്നിപ്പോൾ അതിനെ അടച്ചിരുന്നു. അത് പൊളിച്ചോന്ന് അറിഞ്ഞില്ല, പൊളിച്ചു തന്നു. ഏതായാലും അടച്ചിന് ശേഷന്മാർ മനുഷ്യന്മാരില്ലാത്ത സമയത്ത് അവിടെ ആടുകളെ മേക്കുന്ന ഒരു ആടുകൾ വെയിലായാൽ അവിടെ ഒന്ന് കൂടും. നല്ല വെയിൽ ചൂടാക്കിയ ഈ ഗുഹ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന ആ ഗുഹയാണത്. ഇങ്ങനെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ നിസ്കാരം നിർവഹിച്ചത് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ഇരുന്നു കൊണ്ടാണ് നിസ്കരിച്ചത്. നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ ഇരുന്നു കൊണ്ടാണ് നിസ്കരിച്ചത്. ഏതായാലും ഈ കുന്നിൽ കയറിയതിന് ശേഷം ബഹുമാനപ്പെട്ട സഹാബാക്കൾ കുറേ ആളുകൾ നിന്ന് പടവരുതുന്നുണ്ട്. ഏതാണ്ട് 10-70 ആളുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഷഹീദായതിനോടുകൂടി അല്ലാഹു തആല അവരുടെ മനസ്സിനൊരു മാറ്റം കൊടുത്തു. പിന്തിരിഞ്ഞു പോയവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിവരം അറിഞ്ഞോൽ തിരിച്ചെത്തി. സഹാബാക്കൾ സംഘടിതമായി ഒരു കൂടെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുന്നിൽ നിന്നിട്ട് അവർക്ക് നേതൃത്വം നൽകാൻ ഉയർന്നൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും താഴെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. അങ്ങനെ യുദ്ധക്കളം ശാന്തമായി. യുദ്ധക്കളം തൽക്കാലം ശാന്തമായി എന്ന് പറഞ്ഞാൽ അവർക്ക് പൂർണ്ണ വിജയം കിട്ടിയിട്ടുമില്ല. നമ്മൾ കളം വിട്ടോടുന്ന ഒരു പരാജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹാബത്തിനും ഉണ്ടായിട്ടുമില്ല. പക്ഷേ പരിക്കുകൾ ഏതാണ്ട് സഹാബത്തിൽ 3/2 ഭാഗത്തിനും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേൽക്കാത്തവർ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. 70 ആളുകൾ ഷഹീദാവുകയും ചെയ്തു. എന്നിട്ട് പക്ഷേ അല്ലാഹു തആല അവർക്കൊരു ചിന്ത കൊടുത്തു. ഈ കിട്ടിയ വിജയം കൊണ്ട് പോകലാണ് നമുക്ക് നല്ലത്. യഥാർത്ഥ വിജയം കിട്ടണമെങ്കിൽ നേരെ ഹജ്ജിൽ നിന്നിട്ട് പരിശുദ്ധമായ മദീന മുനവ്വറയിൽ കയറി അവിടെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും ആക്രമിച്ച് ബന്ധനസ്ഥരാക്കി മദീനയെ തകർക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ ഒരു ചിന്ത വരികയും ചെയ്തു. ശത്രുക്കളുടെ സൈന്യത്തിന് അങ്ങനെ ചിന്ത വരികയും ചെയ്തു. ഇപ്പം ആളുകളൊക്കെ ഇവിടെയുള്ളത് ഓൽക്ക് ഇപ്പം അങ്ങോട്ട് പോരാൻ കഴിയൂല. കാരൊക്കെ പരിക്ക് പറ്റി ക്ഷീണിതരായി അവശരായി കിടക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ മദീന പോയി തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും. സ്ത്രീകളെയും കുട്ടികളെയും മുഴുവനും തടവുകാരാക്കാൻ പറ്റും. ഹക്കീം ബിൻ നിസാം പറഞ്ഞു, അത് ചെയ്യരുത്. അയാൾ ഓല കൂട്ടത്തിലാണ് അന്നും മക്കം ഫത്തഹിന്റെ ശേഷം ഹക്കീം ബിൻ നിസാം ഇസ്ലാമിലേക്ക് വരുന്നത്. അത് നാളെ ശത്രുക്കൾ നമ്മളെ ആക്ഷേപിക്കാനും ഐബാക്കി കുറ്റപ്പെടുത്താനും കാരണമാകും. അതുകൊണ്ട് അത് വേണ്ട. ഈ കിട്ടിയ വിജയം ഇത് നമുക്ക് ആഘോഷിക്കാം. മറിച്ച് അങ്ങോട്ട് പോയാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ടില്ല, അബൂബക്കർ കൊല്ലപ്പെട്ടിട്ടില്ല, ഉമർ കൊല്ലപ്പെട്ടിട്ടില്ല. ഈ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാൻ നിമിഷങ്ങളെ കൊണ്ട് അവർക്ക് സാധിക്കും. അത് നമ്മുടെ അവസാനത്തെ പരാജയമായിരിക്കും. ഇപ്പൊ കിട്ടിയ വിജയത്തിന് നമുക്ക് ബദറിന് പകരം വീട്ടി എന്ന് സമാധാനിച്ച് തിരിച്ചു പോകാം. അപ്പൊ ഭൂരിപക്ഷ അഭിപ്രായത്തിലായതുകൊണ്ട് പക്ഷേ എങ്കിലും അവർ കളം വിട്ട് പോകുന്നതിന് വിളിച്ചു ചോദിച്ചു അബൂ സുഫിയാൻ, അഫീക്കും മുഹമ്മദുൻ ഹയ്യൻ, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ജീവിച്ചിരിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുജീബു, ആരും മറുപടി പറയണ്ടായിരുന്നു. അടുത്ത ചോദ്യം, അഫീക്കും അബൂബക്കറിൻ ഹയ്യൻ, നിങ്ങളെ കൂട്ടത്തിൽ അബൂബക്കർ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇപ്പോഴും നബി തങ്ങൾ പറഞ്ഞൊന്നും പറയണ്ട. മൂന്നാമത്തെ ചോദ്യം, അഫീക്കും ഉമർ ഹയ്യൻ, ഉമർ ജീവിച്ചിരിക്കുന്നുണ്ടോ? മറുപടി പറയണ്ട. ഇങ്ങനെ മറുപടി പറയാനിട്ട് പൊറുതിയിടാണ്ട്, എന്നാലും ആട്ടെ പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, അപ്പോഴും പറയണ്ടെന്നറിഞ്ഞു. മൂന്നാമത് ഇയാൾ ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊന്ന് പറയട്ടെ തങ്ങളെ. എന്നാണ് പറഞ്ഞോടിയത്. അതിന് ഉമർ റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, യാ അദുവല്ലാഹ് ഖദ് അബ്കാലക മൻ സമ്മൈതഹും
നീ പറഞ്ഞ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമറും ഞങ്ങൾ നിന്നെ നേരിടാൻ വേണ്ടിയിട്ട്, നാളെ നിന്നെ പിടികൂടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മൂന്നാളെയും അല്ലാഹു തആല സുരക്ഷിതരായി ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇയാൾ ചോദിച്ചു, അല്ല ഉമറേ, മുഹമ്മദ് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടോ ഇല്ലേ? ഓല പൈറ്റാളത്തിൽപ്പെട്ട ഇബ്നു ഖമിയാണ് കൊന്നതെന്ന് പറഞ്ഞത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നല്ല, വഹുവ ഹയ്യുൻ തസ്മഉ മാ തഖൂൽ, നീ ഇപ്പൊ ഈ പറയണമൊക്കെ കേട്ടുകൊണ്ട് ഇവിടെ ഞങ്ങളടുത്ത് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇബ്നു ഖമിയാന്റെ വാക്കിനേക്കാൾ എനിക്ക് വിശ്വാസം നിന്റെ വാക്കാണ്. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാണ്ട്. ബദറിൽ നിങ്ങൾ കളിച്ചതിന് പകരം ഞങ്ങൾ ഇവിടുന്ന് പകരം വീട്ടി. ഒരു സന്തോഷടാ, ഇത് അള്ളാഹ് കൊടുത്തത് തന്നെ. ഒന്ന് ഇവര് ചോദിച്ചു വാങ്ങിയതാണെന്ന് മാത്രമല്ല, അള്ളാഹ് കൊടുത്തത് തന്നെ. കാരണം എന്താ വെച്ചാൽ ഈ മക്കക്കാരാണ് ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ട പ്രമുഖര്. അവരാണ് ഖുറൈശികൾ. ബദറിൽ അവരുടെ നേതാക്കന്മാരെ പാടെ നാമാവശേഷമാക്കിയത് കൊണ്ട് അവരുടെ കൽബിൽ തീരാത്ത തീപ്പക കിടന്നിങ്ങനെ നീറുകയാണ്. ഈ പക കൽബിൽ നീറുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഹിദായത്തിന് വെളിച്ചം കിടക്കൂല. അപ്പൊ ഇവനെ ഹിദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അല്ലാഹു തആലക്ക് ഉദ്ദേശമുണ്ട്. അപ്പൊ എന്താക്കുക, ഇവരുടെ ഒരു പക വീട്ടി ഒരു മനസ്സിനൊരു ആശ്വാസം വന്നോട്ടെ. അതിന് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള 70 പ്രമുഖരായ സ്വഹാബത്തിനെ കൊല ചെയ്യാൻ അവർക്ക് സാധിച്ചു. അപ്പൊ ബദറിൽ ഞങ്ങളെ 70 ആളെ കൊന്നെങ്കിൽ ഉഹദിൽ ഞങ്ങൾ തിരിച്ച് 70 കൊന്നു. അപ്പൊ ഒരു ആശ്വാസമായി, അങ്ങനെയുണ്ടല്ലോ, പക പോകാനുള്ള ഒരാശ്വാസമായി. അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് അവരുടെ കൽബിൽ ഇങ്ങനെ പതച്ചു പൊന്തിയിരുന്ന ആ പക, വിദ്വേഷം, അതൊന്ന് പോയിക്കോട്ടെ. ഒന്ന് ഇങ്ങോട്ട് അടിച്ച്, രണ്ടടിച്ചോ, മൂന്നോ, ഒന്ന് അങ്ങോട്ട് കൊടുത്ത്, രണ്ട് ഇങ്ങോട്ട് കിട്ടിയാലും ഒന്ന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഒരു ആശ്വാസമാണല്ലോ. ആ ആശ്വാസം കൊടുത്തതുകൊണ്ട് പിന്നീട് അവർക്ക് ഹിദായത്ത് കൊടുക്കാനുള്ള ഒരു കാരണം അത് പറഞ്ഞു. ബദറിന് ഞങ്ങൾ പകരം വീട്ടി. രണ്ടാമത് പറഞ്ഞു, ഇനി എനിക്കൊരു കാര്യം ഉണർത്താനുണ്ട്. അയാളുടെ പൗരബോധം നോക്കണം. ഒരു കാര്യം ഉണർത്താനുണ്ട്. നിങ്ങളുടെ ശുഹദാക്കളിൽ, കൊല്ലപ്പെട്ടവരിൽ പലരെയും അംഗഭംഗം വരുത്തപ്പെട്ടിട്ടുണ്ട്. കാതർത്തെടുത്തവർ, മൂക്കരിഞ്ഞെടുത്തവർ, കണ്ണു ചൂന്ന് കളയവർ, നെഞ്ഞുകീറി കൽബ് പുറത്തെടുത്തവർ, കയ്യും കാലും വെട്ടിമാറ്റപ്പെട്ടവർ, മുസ്ലിമത്ത് എന്നാ പറയാ, അംഗഭംഗം വരുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് ചില ആളുകൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണ്. ഞാൻ, യുദ്ധത്തിന്റെ ചീഫ് കമാൻഡറാവുന്ന ഞാൻ, ഓരൊറ്റ മൃതശരീരത്തെയും അംഗഭംഗം ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല. എൻ്റെ കൽപ്പനയനുസരിച്ചല്ല അത് ചെയ്തത്. അത് യുദ്ധന്യായത്തിന് ചേർന്നതല്ല. പണ്ട് നമ്മളിപ്പോൾ ഇന്ത്യൻ പട്ടാളത്തിൽപ്പെട്ട 2-3 ആളെ ഈ അതിർത്തിയിൽ വെച്ചിട്ട് പാകിസ്ഥാൻ കൊന്നിട്ട് കയ്യും കാലും വെട്ടിമുറിച്ചല്ലേ, അത് ലോകം തന്നെ ചർച്ച ചെയ്തു. പട്ടാളക്കാരും യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലപ്പെടും, മരിക്കും, അതൊരു തെറ്റല്ല. അതേ സമയത്ത് മരിച്ച മൃതശരീരത്തിനോട് മാനുഷികമായൊരു ബഹുമാനം വേണം. അംഗഭംഗം വരുത്താൻ പാടില്ല. അത് ലോകനീതിക്കെതിരാണ്. അതുകൊണ്ട് അയാൾ പറയുന്നത്, ഞാൻ ആരോടും കൽപ്പിച്ചിട്ടില്ല, എൻ്റെ കൽപ്പന പ്രകാരമല്ല അത്. എന്നാൽ ഞാൻ അത് ആരോടും വിരോധിച്ചിട്ടുമില്ല. ഞാൻ ആരോടും വിരോധിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞതുമല്ല. സംഗതിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനി എനിക്ക് ഒരു വെല്ലുവിളിയുണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തെ ബദർ സൂക്കിന് നമുക്ക് കണ്ടുമുട്ടാം. എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ബദർ കഴിഞ്ഞ് അടുത്ത കൊല്ലം ഇത്, അടുത്ത കൊല്ലം ബദറിൽ നമുക്ക് ഏറ്റുമുട്ടാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റു പറഞ്ഞു. ഏറ്റു, ഞങ്ങൾ ഏറ്റു പറഞ്ഞു. അടുത്ത കൊല്ലത്തെ ബദർ കൊല്ലത്തിലുള്ള വലിയൊരു സൂക്ക, അറബി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചരക്ക് ഇറക്കുമതി ചെയ്യും, കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന വലിയ വ്യാപാരം നടക്കുന്ന എല്ലാ ഗോത്രങ്ങളും പങ്കെടുക്കുന്ന ഒരു സൂക്കാണ്. അവിടെ വെച്ചിട്ട് നമുക്ക് അടുത്ത കൊല്ലം ഏറ്റുമുട്ടാം കരാറും ചെയ്തു. മരണവാർത്ത, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹീദായി എന്ന വാർത്ത കേട്ട് മദീന പ്രകമ്പനം കൊണ്ടിരിക്കണം. ഇപ്പോഴും സത്യവാർത്ത അവിടെ എത്തിയിട്ടില്ല. അതിൽ സ്ത്രീകൾ ഓടി വരികയാണ്, ഓരോ സ്ത്രീകളും ഓടി വരികയാണ്.
സൈനബുൽ അസ്ഹലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫാത്തിമ, അൻസ്വാരികളിൽപ്പെട്ട. അവര് ബേജാറായി വെപ്രാളപ്പെട്ട് മദീനയിൽ നിന്നിട്ട് ഓടി വരികയാണ് ബദറിലേക്ക്. കാണുന്നവരോട് ചോദിക്കാണ്, മാ ഫുഅല റസൂലുള്ളാഹി, തങ്ങൾക്കെന്ത് സംഭവിച്ചു? ആരും ഒന്നും പറയുന്നില്ല. ഈ മുന്നിൽ പോണോലാരും നബി തങ്ങളെ കണ്ടിട്ടില്ല. ഓലി ഷഹീദായി എന്നുള്ള ആ ധാരണയിലാണ്. എന്താ മാ ഫുഅല റസൂൽ, തങ്ങൾക്ക് എന്തായി? അപ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങളെ ഭർത്താവ് അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു തആല അൻഹു അൻസാരികളുടെ നേതാവായിരുന്നു. വയസ്സനാണ്. അതോടുകൂടി ഒരു കാലിന് നല്ല വൈകല്യമുണ്ട്. അംഗവൈകല്യമുള്ളവരാൻ ശരിക്കും നടക്കാൻ കഴിയൂല. നിർബന്ധിച്ചു പോയതാണ് ഷഹീദാവണം എന്ന് പറഞ്ഞത്. അങ്ങനെ അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു, നിന്റെ ഭർത്താവ് അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ ഷഹീദായിരിക്കുന്നു എന്ന വാർത്ത ഏതൊരു സ്ത്രീയും ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് സ്വന്തം ഭർത്താവ് കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നതാ. അവര് പറഞ്ഞു, മാ അൻ ദാലിക അസ്അലുക്, ഞാൻ നിന്നോട് അതല്ല ചോദിച്ചത്. മാദാ ഫഅല റസൂലുള്ളാഹി, തങ്ങൾക്ക് എന്ത് പറ്റി? അടുത്ത് വേറൊരാളെ കണ്ടപ്പോൾ അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ ചോദിച്ച്, നിങ്ങളെ സഹോദരൻ അബ്ദുല്ലാഹിബിൻ ഹറാം, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണത്. അബ്ദുല്ലാഹിബിൻ ഹറാം അവരുടെ പങ്ങളാണ് ഈ ഫാത്തിമത്തുൽ അസ്ഹലിയാറിന്. അബ്ദുല്ലാഹിബിൻ ഹറാം റളിയല്ലാഹു അൻഹു, നിങ്ങൾ ആങ്ങള, കൂടപ്പറപ്പ്, അദ്ദേഹം ഷഹീദായിരിക്കുന്നു. അവിടെ നിന്നും പറഞ്ഞു, എനിക്ക് എൻ്റെ ആങ്ങളെയല്ല അറിയേണ്ടത്, മാദാ ഫഅല റസൂലുള്ളാഹ്. സങ്കടല്ലേ, ഭർത്താവും പോയി ആങ്ങളെയും പോയി. പക്ഷെ ആ സങ്കടം അവരെ ബാധിക്കുന്നില്ല. അവർ ചോദിക്കുന്നത്, എൻ്റെ ഹബീബിന് എന്ത് പറ്റി? അയാൾ കടന്നുപോയി. മൂന്നാമതൊരാളെ കണ്ടു. അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ? എന്താ അറിഞ്ഞു? നിങ്ങളെ മകൻ ഖല്ലാദ് ഷഹീദായല്ലോ. എനിക്കതല്ല അറിയേണ്ടത്. ഖല്ലാദ് ഷഹീദായ കാര്യോ, ആങ്ങളെ അബ്ദുള്ള ഷഹീദായ കാര്യോ, ഭർത്താവ് അംർ ഇബ്നുൽ ജമൂഹ ഷഹീദ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അവരൊക്കെ യുദ്ധത്തിന് പോയത് ഷഹീദാകാൻ വേണ്ടി തന്നെയാണ്. അവർ സ്വർഗത്തിന് പോയത് അവരുടെ കൂടെ നാളെ അള്ളാഹു എന്നെ ഒരുമിച്ച് കൂട്ടണമെന്ന് ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. എനിക്കതല്ല. മാദാ ഫഅല റസൂലുള്ളാഹി. അപ്പോഴേക്ക് സംഗതി യുദ്ധം തൽക്കാലം ശാന്തമായതുകൊണ്ട് ചില ആളുകൾ നിജസ്ഥിതി പറയാൻ വേണ്ടി വരികയാണ്. അവരോട് അടുത്ത ചോദ്യം, മാദാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറഞ്ഞു, ഓ ബിഹംദില്ലാഹി കമാ തുഹിബ്ബീൻ, ബേജാറാകണ്ട, അൽഹംദുലില്ലാ, നമ്മളൊക്കെ ആഗ്രഹിക്കും പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനാണ്, തങ്ങൾക്ക് കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല, അൽഹംദുലില്ലാ. പക്ഷെ അവർ മനസ്സ് സമാധാനമില്ല. എന്നെ സമാധാനിപ്പിക്കാൻ പറയാണോ? നബി തങ്ങൾ സുരക്ഷിതനാണെന്ന് പറഞ്ഞിട്ടും അവർക്ക് സമാധാനമാകുന്നില്ല. അടുത്ത ചോദ്യം എന്താണ്? അറൂനി, എവിടെ കാണിച്ചേരി, എവിടെ എനിക്ക് കാണിച്ചേരി, ഞാൻ കാണട്ടെ. ഈ വാർത്ത, തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നാട്ടിലാകെ പ്രചരിച്ചിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ പറഞ്ഞ വാക്ക് കേട്ട് തിരിച്ചു പോകാൻ വന്നവളല്ല ഞാൻ, എനിക്ക് എൻ്റെ ഹബീബിനെ കാണണം. അങ്ങനെ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്ന് കണ്ട അഷ്റഫാക്കപ്പെട്ട മുഖത്ത് നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ആ സ്ത്രീ ഫാത്തിമത്തുൽ അസ്ഹലിയ പറഞ്ഞ വാക്ക്, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്. തങ്ങൾ സുരക്ഷിതനാണെങ്കിൽ എൻ്റെ ഭർത്താവ് പോയത് എനിക്ക് നിസ്സാരമാണ്, എൻ്റെ ആങ്ങള പോയത് എന്നെ സംബന്ധിച്ച് നിസ്സാരമാണ്, എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ പോയതും എന്നെ സംബന്ധിച്ച് നിസ്സാരമാണ്, അതെനിക്കൊരു പ്രശ്നമല്ല. അള്ളാഹു തങ്ങളെ സുരക്ഷിതനാക്കിയെങ്കിൽ ബാക്കിയെല്ലാം എനിക്ക് ക്ഷമിക്കാൻ കഴിയും. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളുടെ പോക്ക് നിരീക്ഷണം നിർത്തുകയാണ്. ഖുറൈശികളുടെ തിരിച്ചു പോക്ക് നിരീക്ഷണം. നബി തങ്ങൾക്കറിയാം, അവര് കിട്ടിയ വിജയം പൂർണ്ണമാക്കാൻ വേണ്ടി മദീനയെ കടന്നാക്രമിക്കാൻ ഇടവുണ്ട്. സഹാബാക്കളോട് നിരീക്ഷിക്കാൻ പറഞ്ഞു. അവരുടെ പോക്ക് എങ്ങനെയാ? കുതിരപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് ഒട്ടകത്തെ കയറ് പിടിച്ചു കൊണ്ടുപോകുന്നോ, അതല്ല ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് കുതിരയെ തെളിച്ചു പോകുന്നോ എന്നൊന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞു.
കണ്ടപ്പോൾ മനസ്സിലായി എല്ലാവരും ഒട്ടകപ്പുറത്ത് കയറി ഇരുന്നു കൊണ്ടാണ് പോകുന്നത്. കുതിരകളെ തെളിച്ചു പോകുക, കുതിരപ്പുറത്ത് ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ മദീനയെ ലക്ഷ്യം വെച്ചിട്ടില്ല, അവർ മദീനയെ ലക്ഷ്യം വെച്ചിട്ടില്ല, അവർ പോവാണ്, തിരിച്ചു പോവാണ്. പക്ഷേ നബി തങ്ങൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. പറഞ്ഞു, മറിച്ച് അവർ കുതിരപ്പുറത്തേറി ഒട്ടകത്തെ തെളിച്ചു പോവുകയാണെങ്കിൽ മദീനയെ ആക്രമിക്കാനാണ് പോകുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് അവർ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ നേരിട്ട് ലോക ചരിത്രത്തിൽ മനുഷ്യർക്കൊരു പാഠമാവുന്ന നിലയ്ക്ക് അവനൊരു പാഠം പഠിപ്പിച്ചു വിടും. അപ്പോഴൊന്നും നബി തങ്ങൾക്കൊരു ഭീരുത്വമില്ല. ഇത് കഴിഞ്ഞ് ഇവര് ഹംറാഉൽ അസദ് എന്ന് പറയുന്ന പ്രദേശം വരെ എത്തി. മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് അല്പം ദൂരെ മക്കരെ പോകണം. അവിടെ വരെ ഒക്കെ വിശ്രമിക്കാൻ കൂടി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയിൽ തിരിച്ചെത്തി. എല്ലാവരും ക്ഷീണിതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ദേഹം ആകെ മുറിവേറ്റിട്ടുണ്ട്. ഒരു ചതിക്കുഴിയിൽ വീണിട്ട് ശരീരം ആകെ തോലരങ്ങി മുറിയായിട്ടുണ്ട്. പല്ല് പൊട്ടിയതുണ്ട്, തല മുറിവായതുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു വാർത്ത കേട്ടു. ഹംറാഉൽ അസദിൽ ഇവർ ഒരുമിച്ച് കൂടി ഉഹദിൽ നിന്നും മദീനയെ ആക്രമിച്ച് നശിപ്പിക്കാതെ തിരിച്ചു പോകാൻ ശ്രമിച്ചത് തെറ്റായിപ്പോയി എന്നൊരു ധാരണ വരികയും അങ്ങനെ അവർ കൂടിയാലോചിച്ച് മദീനയെ ലക്ഷ്യം വെച്ച് വീണ്ടും അവർ വരുന്നുണ്ട് എന്നും അങ്ങനെ മദീനയെ പാടെ നാമാവശേഷമാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തോടു കൂടിയാണ് വരുന്നത് എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. ഈ വാർത്ത കിട്ടിയപ്പോൾ അപ്പോൾ മദീനത്തെത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹംറാഉൽ അസദിൽ നിന്നിട്ട് തിരിച്ചു വരാൻ അബൂ സുഫിയാനും കൂട്ടരും ശ്രമിക്കുന്നുണ്ട് എന്ന ന്യൂസ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ എൻ്റെ കൂടെ ഉഹദിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഇപ്പോൾ പുറപ്പെടണം. ഉഹദിൽ പങ്കെടുക്കാത്ത ഒറ്റ കുട്ടി എൻ്റെ കൂടെ വരാൻ പാടില്ല. അബൂ സുഫിയാനും കൂട്ടരും മദീനയെ നശിപ്പിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവന് ഞാനൊരു പാഠം പഠിപ്പിച്ചു വിടും. അങ്ങനെ ആ സഹാബത്തിന്റെ അനുസരണ നോക്കണം. നടക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ നിന്നൊന്ന് മാറിക്കിടക്കാൻ പോലും കഴിയാത്ത ആളുകൾ വരെ മറ്റുള്ള ആളുകൾ ചുമലിലേറ്റിയിരുത്തി ചാരി ബഹുമാനപ്പെട്ട സഹാബ കിറാമുകൾ ഒന്നുപോലും പിന്താതെ എങ്ങനെയാണെന്ന് അങ്ങേയറ്റം ഉഹദിൽ പരിക്കേറ്റ് അപകടപ്പെട്ട് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത ആളുകൾ പോലും മാറി നിൽക്കാതെ മറ്റുള്ളവർ ചുമന്നെടുത്തുകൊണ്ട് ഹംറാഉൽ അസദ് ലക്ഷ്യം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പറഞ്ഞു. ഈ വാർത്ത അബൂ സുഫിയാന് കിട്ടി. ഹംറാഉൽ അസദ് നബിയും സഹാബത്തും ഉഹദിൽ ചെറിയൊരു തിരിച്ചടിയേറ്റതിൽ അവർക്ക് വീണ്ടും വിചാരം വന്ന് നമ്മെ വഴിയിൽ വെച്ച് നേരിട്ട് നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കേട്ട അബൂ സുഫിയാൻ പറഞ്ഞു, ഇപ്പൊ കിട്ടിയ വിജയം കൊണ്ട് മക്കത്ത് പോയി ആളുകളുടെ ഇടയിൽ നമുക്ക് അഭിമാനം പറയാം. ബദറിൽ നമ്മളെ അവർ പാഠം പഠിപ്പിച്ചതിന് പകരം വീട്ടി വിജയിച്ചു കൊണ്ടാണ് ഞങ്ങൾ വരുന്നത് എന്ന്. അതിപ്പം ശരിയാണ്. ഇനിയൊരു ഏറ്റുമുട്ടൽ ഹംറാഉൽ അസദിൽ വെച്ച് നടക്കാൻ വന്നാൽ ബദറിന്റെ ഇരട്ടി നഷ്ടം നമുക്ക് വരും. കിട്ടിയ വിജയം പരാജയമാവുമെന്നല്ല, ബദറിന്റെ ഇരട്ടി പരാജയം നമുക്ക് വരും. അതുകൊണ്ട് നമ്മൾ കിട്ടിയ വിജയം കൊണ്ട് മദീനയിലേക്ക് പുറപ്പെടുക. അങ്ങനെ ഹംറാഉൽ അസദിൽ നബിയും സഹാബത്തും എത്തിയെങ്കിലും പോയി അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചുപോയി. രണ്ടാമതൊരു യുദ്ധമില്ല. അതിനെ പ്രത്യേകിച്ച് പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, അങ്ങേയറ്റത്തെ അവശസ്ഥിതിയിൽ പോലും തങ്ങളുടെ ആഹ്വാനം കേട്ട് ജീവനും ശരീരവും മറന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പുറപ്പെട്ട സഹാബങ്ങളാണ്. ഇനി 70 ഷഹീദായ ആളുകളുണ്ടല്ലോ. ആ ഷഹീദായ ആളുകളെ നേരത്തെ പറഞ്ഞ കുല്ലു മുസീബത്തും ജലലുൻ യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ആ സ്ത്രീ അവരുടെ ഒരു ഒട്ടകപ്പുറത്ത് പലക വെച്ച് ഭർത്താവുന്ന അംർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹീദായ ജഡം അതിൻ്റെ മുകളിൽ വെച്ചു.
ആങ്ങൾ അബ്ദുല്ലാഹിബ്നു ഹറാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശരീരം അല്ല, അപ്പം മകൻ ഖല്ലാദ് റളിയല്ലാഹു തആലയുടെ ശരീരം മറുഭാഗത്തും വെച്ചു. തുളിച്ച ഓട്ടം ഒരടി അപ്പുറത്ത് പോകില്ല. ഉഹദിക്ക് ഇങ്ങോട്ട് തിരിച്ചാൽ ഓട്ടം നടക്കും, മദീനത്തേക്ക് അങ്ങോട്ട് തിരിച്ചാൽ നടക്കൂല. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഓർഡർ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർഡർ, പലരും മദീന അടുത്താണല്ലോ, കുടുംബങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെ മഖബറയിൽ കൊണ്ടുപോയി മറമാടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച് ചിലരൊക്കെ കൊണ്ടുപോയി മദീന എത്തുകയും ചെയ്തതാണ്. ശുഹദാക്കളെ എല്ലാം അവർ ഷഹീദായ അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നും അവർ ഷഹീദായ സ്ഥലത്ത് തന്നെ അവരെ മറമാടണമെന്നുള്ള ഓർഡർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തപ്പോൾ ഇവരുൾപ്പെടെയുള്ള 70 ശുഹദാക്കളെയും അവിടെ തന്നെ മറമാടി. പിന്നീട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. ഇപ്പം തന്നെ സമയം കൂടിയിട്ട് ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് നിർത്തണത് 1 മണിക്കൂറായി നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടേണ്ടി വന്ന ഈ സംഭവത്തിൻ്റെ പിന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ച് തങ്ങളുടെ ശരീരത്തിൽ ഒരു മണൽത്തരി പോലും വീഴാതിരിക്കാൻ വേണ്ടി മദീനയിലുള്ള സഹാബത്താവുന്ന ആണും പെണ്ണും ശ്രമിച്ചതുമായ, വിശദമായി പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം പറയാണ്ട് ഓരോ സംഭവങ്ങളെടുത്ത്, ഈ സംഭവം തരുന്ന 2 പാഠം. നേതൃത്വത്തെ അനുയായികൾ നിർബന്ധിതരാക്കരുത്, മറിച്ച് നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുയായികൾ അനുസരിക്കണം. പുറപ്പെട്ടോടത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ താല്പര്യത്തിനല്ല മുൻഗണന, ഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരായ സഹാബത്തിൻ്റെ താല്പര്യം കൊണ്ട് തങ്ങളെ അവർ നിർബന്ധിച്ചാൽ അത് തന്നെ ലക്ഷണം കെട്ടതായിപ്പോയി. നല്ല കാര്യത്തേക്കാണ് എങ്കിൽ പോലും നമുക്കൊരു നേതൃത്വം, അത് നമ്മളെ കാവലാണ്. ആ നേതൃത്വത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആ നേതൃത്വത്തെ അനുസരിക്കുകയും അവരുടെ അഭിപ്രായങ്ങളെ നിർദ്ദേശങ്ങളെയും മുഖവിലക്കെടുക്കുകയും ചെയ്യൽ നമ്മുടെ വിജയത്തിൻ്റെ മാനദണ്ഡമാണ്. ഇത് ഉഹദ് തരുന്ന ഒരു പാഠമാണ്. മറ്റൊരു പാഠം, ജബലുർ റുമാത്ത് എന്ന് പറയുന്ന ഐനൈൻ മലയിൽ നിന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിക്കുന്നതിന് പകരം വ്യാഖ്യാനിച്ച് വിശദീകരിച്ചത് അള്ളയും റസൂലും പൊരുത്തപ്പെടാത്തത് കൊണ്ട് ഇനി മേലിൽ അങ്ങനെ ഒരു അബദ്ധം മുസ്ലിം ഉമ്മത്തിന് പറ്റരുത് എന്ന നിലക്ക്, ഒരു ഷോക്ക് എന്ന നിലക്ക് പരാജയം കൊടുത്തു. ഇവിടെ ഒത്തൊരുമയും ഐക്യവും നേതൃത്വത്തോടുള്ള ബഹുമാനവും അനുസരണവും ഇത് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിനും വിജയത്തിനും സഹായകമാണ്. ഇനിയും ഒരുപാട് പാഠങ്ങൾ ഉഹദ് തരുന്നുണ്ട്. സമയം ദീർഘിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉഹദ് ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ടും ബദരീങ്ങളുടെ ഹക്ക് കൊണ്ടും അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്തിൽ നിന്നിട്ട് ഇസ്സത്തിലേക്ക് ഉയർത്തുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാക്കൾക്കും നേതാക്കൾക്കും അല്ലാഹു തആല ഇസ്സത്തും ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവോപരി ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് ഉസ്താദ് അവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഉഹദ് ശുഹദാക്കളുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് ലക്ഷ്യം വെച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ വിജയത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതൊക്കെ ആഗ്രഹിച്ചതിനും ഉദ്ദേശിച്ചതിനുമുപരി അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് വിജയിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് കാലം ഈ സമുദായത്തിന് നേതൃത്വം നൽകാനുള്ള ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.